കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയുടെ ഡയറക്ടറായ രഞ്ജിത്ത് അയ്യതൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ കിഷ്കിന്ധാകാന്ഡം അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ റിവ്യൂസ് ഒന്നും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാതെ നേരെ തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇനി ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലേഴ്സൊക്കെ ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും വേണ്ട ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് പ്ലോട്ട് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം സ്പോയിലറായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. എവിടെ തൊട്ടാലും സ്പോയിലർ തന്നെയാണ്. ജസ്റ്റ് ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ആസിഫ് അലി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആളാണ് അപർണ ബാലമുരളി. ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ ആസിഫ് അലിയുടെ അച്ഛനായിട്ട് വിജയരാഘവൻ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മിസ്സിങ് ആയിരുന്നു. അതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് വേറൊരു തലത്തിലേക്ക് പോകുന്നൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ തുടക്കമൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തവും തരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ലീനിയറായിട്ടാണ് ഇത് പോകുന്നത്. ഒരു പിടുത്തവും തരാതെ ഒരുപാട് സീനുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ കുറേ ഭാഗങ്ങൾ പോകുന്നത്. നമുക്കൊരു പിടുത്തവും തരത്തില്ല. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഞ്ച് അങ്ങ് മാറുകയാണ്. ഈ ഡ്രാമയിൽ തന്നെ ഒരു സീറ്റഡ് ത്രില്ലർ ഒളിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ റൈറ്റർ നിൽക്കുന്നത്. ഇതിൻ്റെ റൈറ്ററായ ആൾ തന്നെയാണ് സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്, രാഹുൽ രമേശ്. ഒരു കിഡിലൻ സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ അടിപൊളി സിനിമാറ്റോഗ്രാഫിയുമാണിത്. ഇതിൻ്റെ ആ ഒരു വീടും ആ ഒരു കാടും എല്ലാം നല്ല വൃത്തിക്ക് വളരെ രസമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്, മുജീബ് മജീദ്, ഈ ഒരു കിഡിലൻ മ്യൂസിക് ദൃശ്യത്തിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൃശ്യത്തിലൊക്കെ കാണുന്ന ആ ഒരു ഫീല് തരുന്ന രീതിയിലുള്ള കിഡിലൻ മ്യൂസിക്. ഇൻട്രോൽ പോർഷനൊക്കെ ആണെങ്കിലും ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. മ്യൂസിക് കൊണ്ട് സൂപ്പർ മ്യൂസിക്, ഒന്നും പറയാനില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, സ്ക്രിപ്റ്റ് സ്പോയിലേഴ്സ് ആകുന്നതുകൊണ്ട് എല്ലാം കൊണ്ടുമാണ് പറയുന്നത് തിയേറ്റർ വാച്ച് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ആസിഫ് അലിയുടെ പെർഫോമൻസ്, അതുപോലെ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ്. ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ പോകും. കാരണം ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കരിയർ ബെസ്റ്റ് എന്ന് തോന്നി. കാരണം ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഒരു കിഡിലൻ പെർഫോമൻസ്. അത് കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പല സീനുകളിലും ഒരു ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ കുറേ സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. കാരണം എന്താണ് പറയേണ്ടത്, ഡയലോഗുകൾ കൊണ്ട് പറയേണ്ട പല സമയത്തും ജസ്റ്റ് കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെയൊക്കെ ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് ആസിഫ് അലിയുടെ ആളും. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടൻ ഓൾറെഡി ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിഡിലനായിട്ടുള്ളൊരു ക്യാരക്ടർ, അടിപൊളി സിനിമ തന്നെയാണ്. അതുപോലെ അപർണ ബാലമുരളിയുടെയും പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഒരു 100% സാറ്റിസ്ഫൈഡ് എന്നൊരു സിനിമ തന്നെയായിരുന്നു ഇത്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, കണ്ടു നോക്കുക, കണ്ടിട്ട് നോക്കാൻ പറ്റിയ